ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പോകാൻ പോണത് അബ്രയിലേക്കാണ്. അബ്രയിലേക്ക് ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ റൂമിലിരുന്നപ്പോൾ ഒന്ന് പോയതാണ്. അപ്പോൾ നമ്മൾ നേരെ യൂണിയനിലെത്തി. യൂണിയനിൽ നിന്ന് നേരെ പോകാൻ പോകണം. നേരെ വീഡിയോയിലോട്ട് പോകാം. യൂണിയനിൽ നേരെ ചുറ്റിക്കറങ്ങി നേരെ പോകാൻ പോകണം. യൂണിയൻ പാർക്ക് കൂടിയൊക്കെ പോയി അങ്ങനെ നടന്ന് പോകാൻ പോകണം. യൂണിയൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുക്കാണ് പോകാൻ പോണത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കുറേ പാർക്കിലൊക്കെ ആൾക്കാരിങ്ങനെ കുത്തിനിൽക്കുന്നുണ്ട്. ഒരു രസം അത്ര തന്നെ, അല്ലാതെ വേറെ ഒരു വൈബാണ് അവിടെയൊക്കെ. അപ്പോൾ യൂണിയൻ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഉള്ളൊരു സ്പോർട്സൊക്കെ ഒരു ഡാൻസും ഇതൊക്കെ കളിക്കുന്ന ഒരു പാർക്കാണത്. ആൾക്കാരൊക്കെ വന്ന് വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലാ ടീമുകളും ഉണ്ടാവും. പിന്നെ നേരെ അബ്രയിലെത്തി നേരെ കുറച്ച് നേരം അബ്രയിലെ ആദ്യത്തെ വീഡിയോ ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൈറ്റിലെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതതിൻ്റെ ഒരു പകൽ പോയപ്പോൾ എടുത്തതാണ്. അപ്പോൾ നേരെ സൺസെറ്റ് ഇതൊക്കെ കാണാനുള്ള രീതിക്ക് പോയതാണ്. സംഭവം അടിപൊളിയായിരുന്നു. വേറൊരു വൈപ്പാണ്. ഈ ടൈമിന് അവിടേക്ക് പോകണം, ബോട്ട് യാത്രയൊക്കെ നടത്തണം. നേരെ അബ്രയിലിട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. സൺസെറ്റാണ് കാര്യമായിട്ടുള്ളത് ഈ ടൈമിന്. ഈ ടൈമെന്ന് പറഞ്ഞാൽ ഒരു 5:30-6 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ 5:30-6 മണിൻ്റെ ഉള്ളിൽ പോകണം, എന്നാലേ അത് കാണാൻ രസമുള്ളൂ. കാരണം സൺസെറ്റ് കാണാൻ രസമുള്ളൂ. അപ്പോൾ നേരെ നമ്മൾ ബോട്ട് കയറിയിട്ട് ബുർജുമാൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും. ബുർജുമാനല്ല, മറ്റേ ബർദുബായിൽ പോകാൻ പോകണം. വെറുതെ ഒരു ബോട്ട് യാത്ര അത്ര തന്നെ. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ അബ്രയിലോട്ട് പോകാൻ പോവാണ്. ബോട്ടിലൊക്കെ കയറി. ഇതിപ്പോൾ ഇന്നും ദുബായിൽ ഇങ്ങനെ ഒരു ദിർഹമുള്ളൂ ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ. ഇതന്നെ ഉള്ളൂ ഇവിടെ വില കൂടാത്തുള്ളൂ. ഇപ്പോൾ ഒരു ദിർഹത്തിനാണ് ഈ ബോട്ട് യാത്ര നടത്തുന്നത്. പക്ഷേ സംഭവം അടിപൊളി എന്നിട്ട് വേറെ വൈബായിരുന്നു കാണാനൊക്കെ. ഈ പകൽ പോയപ്പോൾ ഞാനും പകലൊന്നും ഈ അബ്രയിൽ പോയിട്ടില്ല, ഈ സ്ഥലത്തൊന്നും പോയിട്ടില്ല. ഞാനും പോയിക്കണതൊക്കെ രാത്രിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഡ്യൂട്ടീൻ്റെ ഒരു തോണ്ടൊക്കെ തന്നെയാണ് പോയത്. അപ്പോൾ സംഭവം നല്ല അടിപൊളിയായിരുന്നു. കാരണം ഒരുപാട് ഫോറിനേഴ്സുകളാണ് കാരണം കൂടുതലായിട്ടുള്ളത് അവിടെ കണ്ടത്. വിദേശികളാണ് കൂടുതലും കണ്ടത്. പിന്നെ അവനവൻ്റെ ജോലിക്ക് പോകുന്നതും ഒക്കെ പാടെ കൂടിയിട്ട് ആൾക്കാരെ അവിടുന്ന് അങ്ങോട്ട് പോകുക. അപ്പോഴാണ് 2 കപ്പൽ അപ്പുറത്ത് കൂടി പോണതും കണ്ടത്. കപ്പലെന്നല്ല, അത് ബോട്ടാണ്. കപ്പലെന്നല്ല, ബോട്ട് തന്നെ. അപ്പോൾ അതിലേക്ക് ആൾക്കാരൊക്കെ കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാരെ കയറ്റിയിട്ട് നേരെ അപ്പുറത്തേക്ക് പോവുകയാണ്. ഇതൊക്കെ തന്നെയാണ്. നേരെ ഒരു അടിച്ചുപൊളി സൺസെറ്റും കണ്ട്. സൺസെറ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളി വേറെ വൈബാണ്. അങ്ങനെ ബർദുബായിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ കയറി. ബർദുബായിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാലും അടിപൊളി സംഭവമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ പോയപ്പോൾ വേറൊരു വൈബാണ് കിട്ടിയത്. പിന്നെ അവിടെ ഒരു ശ്രീകൃഷ്ണ ടെമ്പിളുണ്ട്. അതാണ് നമ്മൾ കാണാൻ പോയത്. ശ്രീകൃഷ്ണ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിൽ ഒരു അമ്പലമാണ്. എല്ലാവർക്കും ഇല്ല തന്നെ ഇതാണ് കണ്ടപ്പോൾ നാട്ടിലേക്ക് ചെന്ന മാതിരി ഒരു വൈബാണ്. കാരണം എന്താ വെച്ചാൽ ഇതാണ് ശ്രീകൃഷ്ണ ടെമ്പിൾ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.